ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് വളരെ നിർണായകമായ മഹാഭാരത യുദ്ധത്തിന്റെ വിധി വന്ന ദിവസം. ഇന്ത്യയിലെ ജനങ്ങൾ ഒരു മനുഷ്യന്റെ സ്വപ്നത്തിൽ, ഒരു രാജ്യത്തിന്റെ സ്വപ്നത്തിൽ ഇന്ന് സുഖമായി ഉറങ്ങും. ഇന്ത്യ എന്നൊരാശയം ഒരു മനുഷ്യൻ വീർപ്പ് തുന്നിയിട്ട കുപ്പായം കൊണ്ട് കാത്തുരക്ഷിക്കുന്ന ദിനമാണ്. ഇന്ന് ഇന്ത്യക്കൊരു പുതപ്പിനെ കിട്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷം ഒരു പുതപ്പായി ഇന്ത്യൻ ജനാധിപത്യത്തിന് എല്ലാ കുളിരുകളിൽ നിന്നും, എല്ലാ വിറയലുകളിൽ നിന്നും സംരക്ഷിച്ചു പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു രാത്രിയിലാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരത യുദ്ധം സ്പെഷ്യൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോ ഏഷ്യയിലെ ഏറ്റവും വലിയ AR VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്, ഈ രാത്രിയിൽ തിരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ നിലവിലെ എങ്ങനെയാണ് സീറ്റ് നിലകൾ, ആർക്ക് എവിടെയൊക്കെ അടിപതറിയിരിക്കുന്നു, എന്തൊക്കെ സാധ്യതകൾ എന്നതുകൂടി നമ്മൾ പരിശോധിക്കുന്നു. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ വെർഡിക്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ AR VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നും പ്രേക്ഷകർ കാണാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ യൂഴം, ആ മൂന്നാമത്തെ യൂഴമാണ് ഈ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. മോദി പ്രഭാവം മങ്ങിയോ, മോദിയോ പ്രഭാവം കരുത്താർജിച്ചോ എന്നതാണ്. 2019 മോദി വന്നിറങ്ങുന്നത് പോലെയല്ല 2024 ജനവിധിയിൽ മോദി ഇറങ്ങുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് താരതമ്യേന ദുർബലനായ മോദിയാണെങ്കിലും മൂന്നാം ഊഴം മോദിക്ക് ലഭിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സീറ്റ് നില എന്നത് നമ്മൾ ആദ്യം പരിശോധിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് ഈ രാത്രിയിൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ AR VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നും. നിലവിൽ NDAയുടെയും ഇന്ത്യ മുന്നണിയുടെയും സീറ്റ് നില ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. NDA എത്ര സീറ്റ് ലീഡ് ചെയ്യുന്നു പ്രേക്ഷകർക്ക് കാണാം. നമ്മളുടെ സ്പെഷ്യൽ ഹെലികോപ്റ്റർ റിസൾട്ടുമായി പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചേരുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ഒടുവിൽ NDAക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ് എത്രയാണെന്ന് നോക്കൂ. NDAക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന സീറ്റ് 294. കഴിഞ്ഞ തവണയുള്ള 353 നിന്നും 59 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു NDA മുന്നണിക്ക്. ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുന്നു. 232 സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി സീറ്റ് നില മെച്ചപ്പെടുത്തുന്നു. അത് 17. NDAയുടെ ഷിഫ്റ്റ് നിങ്ങൾ നോക്കൂ. NDAയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല കക്ഷിയായി BJP നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും BJP ഒപ്പം തന്നെ TDPയും JDUവിലും അടക്കമുള്ളവരാണ് 294 എന്ന ഫിഗറിലേക്ക് എത്തിക്കുന്നത് NDAയുടെ വോട്ട് വിഹിതം, സീറ്റ് വിഹിതം. ഇന്ത്യ മുന്നണിയിൽ എങ്ങനെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, നിലവിലെ സീറ്റ് നില അനുസരിച്ച് NDAക്ക് 294 ഇന്ത്യ മുന്നണിക്ക് 232 ആണെങ്കിൽ TDPയുടെയും JDUവിൻ്റെയും സാധ്യതകൾ എത്രത്തോളമുണ്ട്? നാളത്തെ ഒരു പകൽ ഇന്ത്യയിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ നീക്കങ്ങളായിരിക്കും. ആന്ധ്രാപ്രദേശിന് ഇതിനകം തന്നെ ഒരു പ്രത്യേക കാറ്റഗറി സോൺ, സ്പെഷ്യൽ കാറ്റഗറി സോൺ നൽകി കഴിഞ്ഞിരിക്കുന്നു. അത് വാഗ്ദാനം നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി. അതിൽ ചന്ദ്രബാബു നായിഡു വീഴുമോ? അങ്ങനെ ചന്ദ്രബാബു നായിഡു വന്നാൽ എന്തു മാറ്റമുണ്ടാകും? ഉപപ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിതീഷ് കുമാറിന് ബീഹാറിൽ. അങ്ങനെ നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രിയാവാനും സ്പെഷ്യൽ കാറ്റഗറി സോണിനായി ചന്ദ്രബാബു നായിഡുവും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയാൽ എന്തു മാറ്റമുണ്ടാക്കും എന്ന് നോക്കൂ. ഇത് TDPക്കും ഇന്ത്യ മുന്നണിക്കും കിട്ടിയിരിക്കുന്ന വോട്ട് വിഹിതങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നമ്മളുടെ ഹെലികോപ്റ്റർ ഡാറ്റാ ബോർഡിൽ പ്രേക്ഷകർക്ക് കാണാം. ഇന്ത്യ മുന്നണിക്കുള്ളത് 232 സീറ്റുകൾ. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു നേടിയ തെലുങ്കുദേശം പാർട്ടിക്കുള്ളത് 15 സീറ്റുകൾ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 247 സീറ്റുകളിലേക്ക് നോക്കൂ. 247 സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണിയുടെയും TDPയുടെയും സീറ്റ് വിഹിതം വർദ്ധിക്കും. പക്ഷേ അപ്പോഴും അത് 272 എന്ന മാജിക് മെജോറിറ്റി നമ്പറിന് ഏകദേശം ഒരു 25ഓളം സീറ്റുകൾ പിന്നിലാണ്. പക്ഷേ അപ്പോഴും രണ്ടാമത്തെ ഒരു ഘടകകക്ഷി, അത് ജനതാദൾ യുണൈറ്റഡ്, ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഇന്ത്യ മുന്നണി എന്ന ആശയത്തെ മുന്നിലേക്ക് വെക്കുകയും ചെയ്ത ബീഹാറിലെ മഹാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്കൊപ്പം വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്കുള്ള 232 ജനതാദൾ യുണൈറ്റഡിൻ്റെ 12 ചേർന്നാൽ 244. അതായത് TDP ഇന്ത്യ മുന്നണിക്കൊപ്പം വന്നാൽ 247 ആകും. ജനതാദൾ യുണൈറ്റഡ് ഇന്ത്യ മുന്നണിക്കൊപ്പം വന്നാൽ 244 ആകും. ഇനി $1 million ക്വസ്റ്റ്യൻ, TDP ആന്ധ്രാപ്രദേശിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി സോണും ഒപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാർ പ്രധാനമന്ത്രി പദത്തിന്റെ വാഗ്ദാനത്തിലും വീണാൽ JDUവും TDPയും ഇന്ത്യ മുന്നണിക്കൊപ്പം എത്തിയാൽ എത്ര കിട്ടുമെന്ന് നോക്കൂ. 232 ഇന്ത്യ മുന്നണിക്ക്, 15 സീറ്റുകൾ TDPക്ക്, ഒപ്പം 12 സീറ്റുകൾ ജനതാദൾ യുണൈറ്റഡിന്. ടോട്ടൽ 259. പിന്നീട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കേവലം 13 സീറ്റുകൾ മാത്രമാണ്. ദാറ്റ് ഈസ് എ ഡ്രീം ഓഫ് ടുഡേ.
ഇന്നത്തെ സ്വപ്നം എന്ന് പറയുന്നത് ഈ 13 നമ്പറുകളാണ്. 2 ഫോൺ കോളുകളിലെ യെസ് മാത്രം മതി ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള പ്രതീക്ഷകൾ സജീവമാക്കി നിർത്താൻ. അത് ഒന്ന്, ചന്ദ്രബാബു നായിഡുവിൻ്റെ 15 സീറ്റുകൾ യെസ് എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞാൽ, ഒപ്പം തന്നെ നിതീഷ് കുമാർ 12 സീറ്റുകളുമായി യെസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില 259 ആകും. 13 സീറ്റുകൾ മാത്രമേ ഇനി ഇന്ത്യ മുന്നണി കണ്ടെത്തേണ്ടതുള്ളൂ. മറുഭാഗത്ത് നിന്നും 13 സീറ്റുകൾ കണ്ടെത്തിയാൽ ഈ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയായിരിക്കും. ഇതാണ് ഈ രാത്രിയിലെ കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും. നാളത്തെ രാഷ്ട്രീയ രസതന്ത്രം മാറി മറിയാൻ പോകുന്നതും ഇങ്ങനെയായിരിക്കും. സർക്കാർ രൂപീകരിക്കാനുള്ള പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യ മുന്നണി കൈവിട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ അതിന് 2 ബിഗ് എസുകൾ വേണം. അതിലൊന്ന് ചന്ദ്രബാബു നായിഡു, മറ്റൊന്ന് നിതീഷ് കുമാർ. ഇനി നോക്കൂ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവത്തെ നമ്മൾ അളക്കാൻ പോകുന്നത്? നരേന്ദ്രമോദിക്ക് വാരണാസി മണ്ഡലത്തിൽ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കുന്നു. നമ്മുടെ ഹെലികോപ്റ്റർ ഡാറ്റാ ബോർഡിൽ ദാ വരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ റിസൾട്ടിലുണ്ടായിരിക്കുന്ന വ്യത്യാസം. പ്രേക്ഷകർ നോക്കൂ, 2014 നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തുന്ന സമയത്ത് നരേന്ദ്രമോദി വാരണാസിയിൽ 2014 എത്തുമ്പോൾ 3,71,784 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. 2019 കരുത്തനായ നരേന്ദ്രമോദി, ശക്തിമാനായ നരേന്ദ്രമോദി 4,79,505 വോട്ടുകളായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ 2024 ആകുമ്പോഴേക്കും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1,52,513 താഴുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. ഈ മാറ്റമാണ് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും താരതമ്യേന ദുർബലനാണ് എന്ന് നരേന്ദ്രമോദി തന്നെ കരുതിയ അജയ് റോയ് എന്ന PCC ഉത്തർപ്രദേശിൻ്റെ PCC അധ്യക്ഷൻ നരേന്ദ്രമോദിയെ കിടുകിട വിറപ്പിച്ചതും. അങ്ങനെ ഖടാഖഡ് ഫടാഫഡ് ആദ്യഘട്ടത്തിൽ ലീഡ് നേടിയിരുന്ന അജയ് റോയ് പിന്നീട് നരേന്ദ്രമോദിക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോഴും അത് കരുത്താർജിച്ച ഒരു പോരാട്ടമായിരുന്നു. ഇതിനെ തുലനം ചെയ്യേണ്ടത് നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങ് വയനാട്ടിലും അങ്ങ് റായ്ബറേലിയിലും 2 മണ്ഡലങ്ങളിലും 3 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഏതു നേതാവിനോടൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നരേന്ദ്രമോദിക്ക് 1.5 ലക്ഷം ഭൂരിപക്ഷവും രാഹുൽ ഗാന്ധിക്ക് 2 മണ്ഡലങ്ങളിലും 3 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷവും ഉണ്ട് എന്ന കണക്കുകളിലാണ്. ഇവിടെയാണ് നരേന്ദ്രമോദിക്കെതിരെ മോദിയുടെ പ്രഭാവത്തിന് മങ്ങലേറ്റിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ടാവുന്നതും. വാരണാസിയിൽ സ്വന്തം മണ്ഡലത്തിൽ തന്നെ നരേന്ദ്രമോദി പിന്നിൽ പോവുകയും നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ രാംലല്ല പോലും ഇന്ത്യ മുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുകയും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അതായത് അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ പോലും അടിതെറ്റുന്നു BJPക്ക്. അവിടെ രാംലല്ല ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് ഇന്ത്യക്ക് വേണ്ടി നിന്ന് ഫൈസാബാദിൽ BJP പരാജയപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ തവണ നരേന്ദ്രമോദി യാത്ര നടത്തിയ ഇടങ്ങളിലെല്ലാം ദയനീയമായി BJP പിന്നാക്കം പോകുന്ന കാഴ്ച കാണുന്നു. 62 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് ഉത്തർപ്രദേശിൽ അടിതെറ്റി 30-35 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതാണ് നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിലേറ്റ മങ്ങലായി വിലയിരുത്തപ്പെടുന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ഈ 2 പ്രധാനപ്പെട്ട ചർച്ചകൾ, ഒന്ന് നിതീഷ് കുമാറുമായുള്ള ചർച്ച, മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുവുമായുള്ള ചർച്ച. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രസതന്ത്രം ഇനി മാറാൻ പോകുന്നത് എങ്ങനെ എന്നതും കൗതുകകരമാണ്. നമ്മൾ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. കേരളത്തിൽ തൃശ്ശൂരാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന മണ്ഡലം. തൃശ്ശൂരിൽ താമര വിരിയുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. തൃശ്ശൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുന്നിലെ കണക്കുകൾ. സുരേഷ് ഗോപി 74,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ഉയർന്നിരിക്കുന്നത്. നോക്കൂ, ഹെലികോപ്റ്റർ ഡാറ്റാ ബോർഡിൽ സുരേഷ് ഗോപിയുടെ ഡാറ്റ പ്രേക്ഷകർക്ക് കാണാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 74,686 3/4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു കയറുന്നത്. പ്രേക്ഷകർക്ക് കാണാം സ്ക്രീനിൽ. റിപ്പോർട്ടറിൻ്റെ AR VR എക്സാർ സ്റ്റുഡിയോയിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ AR വിശകലനം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി അതിന് നന്ദി അർപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ മതേതരവാദികളായ പ്രജാദൈവങ്ങൾക്കാണ്. വ്യക്തിപ്രഭാവത്തിന് കിട്ടിയ വോട്ട് എന്നാണ് സുരേഷ് ഗോപി വിലയിരുത്തുന്നത്. സുരേഷ് ഗോപിയുടെ 2019 വോട്ടിനേക്കാൾ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് നോക്കൂ. സുരേഷ് ഗോപിക്ക് 2019 തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് 29,322 വോട്ടുകളാണ്. ആ 29,322 വോട്ടുകളിൽ നിന്നും 4,12,338 വോട്ടുകളിലേക്ക് സുരേഷ് ഗോപി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് കാണാം. 2019 അപേക്ഷിച്ച് NDAയ്ക്കുണ്ടായിരിക്കുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഏകദേശം 1,19,000 വോട്ടിൻ്റെ 1,18,800
1,18,516 വോട്ടുകളുടെ വ്യത്യാസമാണ് ഈ സുരേഷ് ഗോപിക്ക് ഇക്കുറി വരുത്താൻ സാധിച്ചിരിക്കുന്നത്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് 87,000. അതേസമയം CPI ഇവിടെ 16,000 വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ചോർന്നത് എന്നത് വ്യക്തമാണ്. 1,19,000 1,12,000 വോട്ടുകളാണ് 5 വർഷം കൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയമാണ് തൃശ്ശൂരിൽ നാം ഏറെ ചർച്ച ചെയ്ത വിഷയം. ആ വിഷയത്തിന് ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പെർസെൻറ്റേജ് വൈസിലേക്ക് നമ്മൾ വന്നാൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ വർഷവും ഇക്കൊല്ലവും എന്തു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നോക്കൂ. 2019 സുരേഷ് ഗോപിക്ക് NDA വരുത്തിയിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. 28.2% നിന്നാണ് സുരേഷ് ഗോപിയുടെ വലിയ വർധനമുണ്ടായിരിക്കുന്നത് ഇക്കുറി. ഏകദേശം 10% വർധനമുണ്ടായിരിക്കുന്നു സുരേഷ് ഗോപി. അതേസമയം 39% ഉണ്ടായിരുന്ന UDFിൻ്റെ വോട്ട് വിഹിതമാകട്ടെ 38% കൂപ്പുകുത്തിയിരിക്കുന്നു എന്നതാണ്. 39% ഉണ്ടായിരുന്ന UDFിൻ്റെ വോട്ട് വിഹിതം കുറയുകയും NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇത് 2019 2014 തമ്മിലുള്ള ടാലിയാണ്. നോക്കൂ, തൃശ്ശൂരിലെ കണക്കുകൾ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് 2019 2024 തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഈ കണക്കുകളിലുണ്ടെല്ലാം തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് എന്നതാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് തിരുവനന്തപുരമായിരുന്നു. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ശശി തരൂരിനെ അട്ടിമറിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നു എന്ന അവസാന നിമിഷം വരെയും പ്രതീതി ഉണ്ടാവുകയും ശശി തരൂരിൻ്റെ ഭാഷയിൽ സൂപ്പർ ഓവറിലൂടെ ശശി തരൂർ തിരുവനന്തപുരം പിടിച്ചെടുക്കുകയും ചെയ്തത് ഒരു നിമിഷം നമ്മുടെ എല്ലാം ഉള്ളിൽ ഉദ്വേഗം സൃഷ്ടിപ്പിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു തിരുവനന്തപുരം. തീരദേശങ്ങളിലേക്ക് എത്തുന്നതുവരെ നഗരഹൃദയങ്ങൾ ശശി തരൂരിനോടൊപ്പമായിരുന്നില്ല. പല വോട്ടുകളും രാജീവ് ചന്ദ്രശേഖറിലേക്ക് സ്വിംഗ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. പന്തിൻ രവീന്ദ്രൻ ശക്തമായ മത്സരം അവിടെ കാഴ്ചവെച്ചു എന്നതും വാസ്തവമാണ്. നമ്മളിനി പോകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, റിപ്പോർട്ടറിന്റെ AR/VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ഞാൻ ചേരുന്നത്. പ്രേക്ഷകർക്ക് കാണാം, NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നമ്മൾ കൈവെള്ളയിൽ എടുക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിനെ കൈവെള്ളയിൽ എടുത്തതുപോലെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ശശി തരൂരാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട ശശി തരൂർ. ഭൂരിപക്ഷം നോക്കൂ, 16,077 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലവിൽ ശശി തരൂർ സ്വന്തമാക്കിയിരിക്കുന്നത്. ശശി തരൂർ ഹീറോ എന്ന് പറയുന്നു തിരുവനന്തപുരം. 16,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ വിശ്വപൗരൻ വിജയിച്ചിരിക്കുന്നു. നമ്മൾ കൈവെള്ളയിലാണ് ശശി തരൂരിനെ കൊണ്ടു നടക്കാൻ പോകുന്നതിന്. തിരുവനന്തപുരം ഈ കൈവെള്ളയിൽ കൊണ്ടു നടക്കും ശശി തരൂരിനെ. ശശി തരൂർ ഈ കൈവെള്ളയിൽ സ്വന്തമാക്കും തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി. നോക്കൂ, റിപ്പോർട്ടറിൻ്റെ AR/VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നുമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ കാഴ്ചകൾ എത്തുന്നത്. നമ്മൾ ഒരു കൈയിൽ നിന്നും മറുകൈയിലേക്ക് ശശി തരൂരിനെ മാറ്റുന്നു. ശശി തരൂർ വലത്തോട്ടും ഇടത്തോട്ടുമാണോ എന്ന ചോദ്യത്തിൽ ശശി തരൂർ ഇടത്തോട്ട് തന്നെയാണ്. അത് RSSൻ്റെ ക്യാമ്പിലേക്കല്ല തിരുവനന്തപുരം എന്ന് ഉറപ്പിക്കുന്നു. BJP ക്യാമ്പിലേക്കല്ല എന്ന് ശശി തരൂർ ഉറപ്പിക്കുന്നു. UDFിൻ്റെ ശശി തരൂർ 16,077 വോട്ടുകൾക്കാണ് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വിജയിച്ചു കയറിയത്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി 2019 2024 ശശി തരൂരിൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ശശി തരൂരിനെ നമ്മൾ കൈവെള്ളയിലെടുത്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ ശശി തരൂരും കൈവെള്ളയിലെടുത്തിരിക്കുന്നു എന്നതാണ് കാഴ്ച. തിരുവനന്തപുരത്തെ വോട്ടിൻ്റെ വിഹിതത്തിലേക്ക് നമ്മൾ പോയാൽ തിരുവനന്തപുരത്ത് 2019 UDFിന് കിട്ടിയിരിക്കുന്നതും LDFിന് കിട്ടിയിരിക്കുന്നതുമായ വോട്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. 4,16,131. എന്നാൽ അതേസമയം 2024 ആകുമ്പോഴേക്കും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. വോട്ട് വിഹിതം കുറയുന്നു, പക്ഷേ 3,58,186 മാറുന്നു. NDA 2,58,000 എന്ന നിലയിൽ നിന്ന് 3,42,000 വോട്ട് വർദ്ധിപ്പിക്കുന്നു. അതായത് NDAയുടെ വോട്ടിൽ 25,000 വർധനമുണ്ടാവുന്നു. UDFിൻ്റെ വോട്ടിൽ 4,16,000 3,58,000 കുറയുന്നു. അതായത് 1,00,000 വോട്ടുകൾ ശശി തരൂരിന് തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ടു. അതാണ് ഇത്തവണ കടുത്ത പോരാട്ടത്തിലേക്ക് നയിച്ചത്. അതേസമയം NDAയുടെ 2,58,000 എന്നുള്ളത് 3,42,076 മാറുന്നു. 1,00,000 വോട്ടുകളുടെ പിന്തുണ NDAക്ക് അവിടെ ഏറുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയിരിക്കുന്നത് നോക്കൂ, ഇത്രയും വോട്ടുകളുടെ വർധനമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം LDFിനാവട്ടെ, LDFിന് സംഭവിച്ചിരിക്കുന്നത്
10,908 വോട്ടുകളുടെ കുറവാണ്. LDF 2014 2,50,058 വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ഇത്തവണ 2,47,648 വോട്ടുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒറ്റ നിമിഷം തിരുവനന്തപുരത്തിൻ്റെ ഈ കണക്കിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടുതൽ വോട്ടുകൾ നേടിയത്. അത് 3,16,000 നിന്ന് 3,42,000 NDA വോട്ട് വർദ്ധിപ്പിക്കുന്നു. 25,000-ഓളം വോട്ടിൻ്റെ വർധനവുണ്ടാവുമ്പോൾ LDFന് 2,88,000 നിന്ന് 2,47,000 വോട്ട് വിഹിതം കുറയുന്നു. അഥവാ 10,906 വോട്ട് LDF ക്യാമ്പിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ടും പ്രേക്ഷകർക്ക് കാണാം. 2019 2024 തമ്മിലുള്ള വോട്ട് വിഹിതത്തിൻ്റെ കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് ഇനി എത്തിക്കാം. ശതമാന കണക്കിൽ അത് 2014 നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 യഥാർത്ഥ കണക്ക്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരവും നമ്മൾ പിന്നിട്ടു, തൃശ്ശൂരും നമ്മൾ പിന്നിട്ടു. ശശി തരൂർ എന്ന വിശ്വപൗരൻ എങ്ങനെയാണ് അവസാന നിമിഷം വരെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോരാട്ടത്തെ അതിജീവിച്ചത് എന്നതാണ് നമ്മൾ പരിശോധിച്ചത്. അത് നഗരഹൃദയങ്ങളിലെ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഒരു ഭാവി മന്ത്രി, കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ശശി തരൂരിനോടൊപ്പം നിൽക്കാതെ രാജീവ് ചന്ദ്രശേഖർക്കൊപ്പം മറയുമ്പോൾ അപ്പുറത്ത് തീരദേശത്തെ വോട്ടുകൾ ശശി തരൂരിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീരദേശത്തിൻ്റെ കുളിരണിഞ്ഞ ശശി തരൂർ തിരുവനന്തപുരത്ത് 16,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കഥ. ഇനി നമ്മൾ എത്തുന്നത് ആലത്തൂർ മണ്ഡലത്തിലേക്കാണ്. ഏറെ നിർണായകമായ വോട്ടുകളുടെ ഡിവിഷൻ ആലത്തൂർ മണ്ഡലത്തിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിക്കാം. ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി കെ രാധാകൃഷ്ണൻ എത്തുന്നത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെന്ന് ഞാൻ പ്രേക്ഷകരോട് വയ്ക്കാം. നമ്മൾ രാധാകൃഷ്ണനെ കൈവെള്ളയിലേക്ക് എടുക്കാൻ പോകുന്നു. അതാ നോക്കൂ, ഖടാഖട് ഭടാഭട് രാധാകൃഷ്ണൻ കയ്യിലേക്ക് എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എത്തിക്കഴിഞ്ഞു. കെ രാധാകൃഷ്ണൻ നമ്മളുടെ കൈവെള്ളയിൽ എത്തുന്നു. രാധാകൃഷ്ണൻ എത്രയാണ് ഭൂരിപക്ഷം എന്ന് നോക്കൂ. രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം 20,111 കെ രാധാകൃഷ്ണൻ്റെ ആലത്തൂരിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കെ രാധാകൃഷ്ണൻ 20,111 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഈ വോട്ട് വന്നത് എന്നതുകൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 20,111 വോട്ടുകളാണ് നമ്മൾ കെ രാധാകൃഷ്ണനെ ഒരിക്കൽ കൂടി കൈവെള്ളയിൽ പ്രതീക്ഷിക്കുന്നു. കെ രാധാകൃഷ്ണനെ റിപ്പോർട്ടറിന്റെ AR VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നും നമ്മൾ ട്രാക്ക് ചെയ്യുന്ന കൈവെള്ളയിൽ എടുത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ കൈവെള്ളയിലുണ്ട്, ഇടം കൈവെള്ളയിലുണ്ട് കെ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണന്റെ ഇടനെഞ്ചിലുണ്ട് ആലത്തൂർ. കേരളത്തിന്റെ ഇടനെഞ്ചിലുണ്ട് രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണൻ പൊൻ രാധാകൃഷ്ണനായി മാറുന്ന കഥയാണ് നമുക്ക് കാണുന്നത്. ആ രാധാകൃഷ്ണൻ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തുന്നത് 20,111 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ഈ കൈവെള്ളയിൽ ഇനി ഇങ്ങനെ കൊണ്ടു നടക്കും രാധാകൃഷ്ണനെ നമ്മൾ. അതേപോലെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തെയും കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കഥയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് റിപ്പോർട്ടറിന്റെ AR VR എക്സാ സ്റ്റുഡിയോയിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈവെള്ളയിൽ എടുത്തിരിക്കുന്നു രാധാകൃഷ്ണനെ. കൈവെള്ളയിൽ രാധാകൃഷ്ണൻ എടുക്കും ഇനി ആലത്തൂരിനെ. ഹായ് ഹായ് കൊമറേഡ്, ലാൽ സലാം കൊമറേഡ്, കൺഗ്രാറ്റുലേഷൻസ്. ആകെ ഒരു കനലായി മാറുകയാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ഒരു ബിഗ് സല്യൂട്ട്. ഒരേ ഒരു കനൽ എന്ന കനലിന്റെ തരിയുടെ കൈമാറ്റം സംഭവിച്ചിരിക്കുന്നു. കനൽ കൈമാറ്റം ആലപ്പുഴയിൽ നിന്നും പോയിരിക്കുന്നത് എവിടേക്കാണ് നോക്കൂ, അത് ആലത്തൂരിലേക്കാണ്. അന്ന് ആരിഫാണെങ്കിൽ ഇന്ന് ആലത്തൂരിൽ കെ രാധാകൃഷ്ണനാണ് ആ കനലിരിക്കുന്നത്. ഇനി വോട്ട് പെർസെൻറ്റേജിലേക്ക് കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്താം. എങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ ഈ വിജയം സാധ്യമായത് എന്ന് നോക്കൂ. 2019 2024 തമ്മിലുള്ള വോട്ട് വ്യത്യാസം പ്രേക്ഷകർക്ക് കാണാം. 2019 UDF അഥവാ രമ്യ ഹരിദാസ് 5,33,815 വോട്ടുകളാണ് നേടിയതെങ്കിൽ ഇത്തവണ രമ്യ ഹരിദാസിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 1,54,584 വോട്ടുകളാണ്. നോക്കൂ, 5,33,000 നിന്ന് 3,79,000 ആലത്തൂരിൽ രമ്യ ഹരിദാസിൻ്റെ വോട്ട് കുറഞ്ഞു. പാട്ടുപാടി ജയിക്കുമെന്ന് കരുതിയ രമ്യ ഹരിദാസിന് ഈ വോട്ട് കുറയാനുള്ള കാരണം എന്താണ്? അതിന് നമ്മൾ പോകേണ്ടത് LDFൻ്റെ അല്ല, പകരം NDAയുടെ സീറ്റ് ബാഗിലേക്ക് പോകണം. NDAയുടെ വോട്ട് ബാഗിലേക്ക് പോകുമ്പോൾ NDA കഴിഞ്ഞ തവണ പിടിച്ചത് 89,837 വോട്ടുകൾ മാത്രമാണ്. ഇത്തവണ BJP നേതാവല്ലാതിരുന്നിട്ടും വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ TN സരസു വലിയ ഒരു വർധനവ് വോട്ട് വിഹിതമുണ്ടാക്കിയിരിക്കുന്നു. ഏകദേശം 1,00,000-നടുത്ത് 96,604 വോട്ടുകളുടെ വർധനവ് ആലത്തൂരിൽ TN സരസു NDA കാൻഡിഡേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് 89,000
1,837 നിന്ന് 1,86,441 TN സരസുവിൻ്റെ ലീഡ് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വർധനമുണ്ടായിരിക്കുന്നത് 96,000 വോട്ടുകളാണ്. 96,000 വോട്ടുകളുടെ വർധനയുണ്ടായെങ്കിൽ അത് പോയിരിക്കുന്നത് നിസ്സംശയമായും രമ്യ ഹരിദാസിൻ്റെ വോട്ട് ബാഗിൽ നിന്നാണ്. രമ്യ ഹരിദാസിന് നഷ്ടപ്പെട്ട 96,000 യഥാർത്ഥത്തിൽ TN സരസുവിൻ്റെ വോട്ടാണ് യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത് എന്ന കണക്കിൻ്റെ അടിസ്ഥാനം അതാണ്. TN സരസു അത്രയും വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ കഷ്ടിച്ച് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ രാധാകൃഷ്ണന്റെ പരാജയം സംഭവിക്കുമായിരുന്നു. പക്ഷേ രമ്യ ഹരിദാസിൻ്റെ വോട്ട് TN സരസു സ്പോയിലറായി മാറുന്ന കഥയാണ് ആലത്തൂരിൽ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇടം കയ്യിൽ നിൽക്കുന്നത് ഇതാരാണെന്ന് നോക്കൂ. ആറ്റിങ്ങലിൽ പ്രകാശം പരത്തി അടൂർ പ്രകാശിനെ ഞാൻ ഇടം കയ്യിൽ എടുക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശം പരത്തുന്നത് ഈ വി ജോയുമായുള്ള പോരാട്ടത്തിനൊടുവിലാണ്. ഈ നിമിഷവും റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറ്റിങ്ങലിൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി വിജയിച്ച മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ്. ഗ്രേറ്റ് സല്യൂട്ട്. ഇത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വിജയിച്ചു കയറുന്നത് ഏതൊരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെയും സൂപ്പർ ഓവറിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ്. അത്രമേൽ ക്ലൈമാക്സ് ആയിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അടൂർ പ്രകാശ് ഇതാ ഇങ്ങനെ കൈവെള്ളയിൽ നിൽക്കുന്നു. അടൂർ പ്രകാശിൻ്റെ കൈവെള്ളയിൽ ഭദ്രമായി ആറ്റിങ്ങലിരിക്കുന്നു. പക്ഷേ അറിയേണ്ടത് ബിജോയ് ആവശ്യപ്പെട്ടിരിക്കുന്ന റീകൗണ്ടിംഗ് നടക്കുകയാണെങ്കിൽ മാറ്റമുണ്ടാകുമോ? പക്ഷേ ഇപ്പോഴും അടൂർ പ്രകാശിന് തന്നെയാണ് ഭൂരിപക്ഷം. നിലവിൽ അത് കൺഫർമേഷനിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും അടൂർ പ്രകാശ് തന്നെയാണ് വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. അടൂർ പ്രകാശ് തുടർച്ചയായി 2ാം തവണ ആറ്റിങ്ങലിൽ എത്തുമ്പോൾ അടൂർ പ്രകാശിൻ്റെ ഉള്ളം കയ്യിൽ ആറ്റിങ്ങൽ ഭദ്രമാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ഭദ്രമാണ്. നമ്മൾ ഈ അടൂർ പ്രകാശിനെ ഉള്ളം കയ്യിൽ എടുക്കുന്നു. കേരളത്തിൽ നിന്ന് പോകുന്ന 18 MP-മാരിൽ അടൂർ പ്രകാശും UDF-ന്റെ MP ആയി പാർലമെന്റിലേക്ക് പോകും. 18 MP-മാർ. നോക്കൂ, ഇതാണ് നമ്മളുടെ കണക്കുകൾ നമ്മൾ കണ്ടത്. അടൂർ പ്രകാശിനെ നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. ഇനി പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ കണക്കുകളും കൂടുതൽ വിശകലനങ്ങളുമായി AR VR EXA സ്റ്റുഡിയോയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം നാളെ ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞങ്ങൾക്കൊപ്പം യാത്ര തുടരുന്നിരുന്ന യൂട്യൂബിലും ടെലിവിഷൻ ചാനലുമായി യാത്ര തുടരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടുതൽ വിസ്മയകരമായ വിശകലനങ്ങളുമായി നാളെ വൈകുന്നേരം 5 മണി മുതൽ പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളെത്തും. കൈവെള്ളയിൽ നമ്മൾ സ്ഥാനാർത്ഥികളെയും ഈ കൈവെള്ളയിൽ ഭൂരിപക്ഷവുമായി ഞങ്ങൾ പ്രേക്ഷകർക്കൊപ്പം എത്തും. ഒരൊറ്റ വാചകത്തിൽ നമ്മൾ ഇന്നത്തെ ഈ സമഗ്രമായ ഈ കൗണ്ടിംഗ് ഡേയിലെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനം അവിസ്മരണീയമാക്കിയ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഒരു വലിയ സമ്മാനമായ ഒരൊറ്റ വാചകം നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് വേളയിൽ പ്രേക്ഷകർക്ക് നൽകിയിരുന്നതാണ്. പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞിരുന്നതാണ്, നോക്കൂ, മനിതർ ഉണർന്നുകൊള്ളേ, ഇത് അരസിയൽ തീർപ്പല്ലേ, അതെയും താണ്ടി എന്താണ് അരസിയൽ കാവ്യമാനത്. ഇന്ത്യ എന്ന ജനാധിപത്യത്തിന് ഇന്ത്യ വോട്ടിട്ട ദിവസം പ്രിയപ്പെട്ടവരെ സുഖമായി നിങ്ങൾ ഉറങ്ങൂ. ഇന്ത്യക്ക് കരുത്തുറ്റ പ്രതിപക്ഷം വരുന്നു. ഇന്ത്യ എന്ന ആശയത്തെ മഞ്ഞും മഴയും വേനലും കൊണ്ട് ഒരു മനുഷ്യനും ഒരു സമൂഹവും ഇതാ ഒരു പുതപ്പ് പോലെ എടുത്തണിഞ്ഞിരിക്കുന്നു. രാഹുൽ കൊണ്ട വിയർപ്പ് കൊണ്ട് തുന്നി നെയ്ത കുപ്പായത്തിൻ്റെ ഭദ്രതയിലും ചൂടിലുമാണ് ഇനി ഇന്ത്യ എന്ന ജനാധിപത്യം. ആ ജനാധിപത്യം കൂടുതൽ കരുത്താർജിക്കുന്ന നിമിഷം, പാർലമെന്റിൽ നമുക്ക് കരുത്തുറ്റ പ്രതിപക്ഷമുണ്ടാവുന്ന നിമിഷം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 1000 നന്ദി. ഞങ്ങൾക്കൊപ്പം നിന്നതിന്, ഞങ്ങൾക്കൊപ്പം വിശകലനം മനസ്സിലാക്കിയതിന്, ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും നാളെ വൈകുന്നേരം 5 മണിക്ക്. സമഗ്രമായ വിശകലനങ്ങളും AR VR EXA സ്റ്റുഡിയോയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വിശകലനങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഖമായി ഉറങ്ങുക. ഗുഡ് നൈറ്റ്. ഒരിക്കൽ കൂടി ശുഭരാത്രി. ജയ് ഹിന്ദ്.